ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രാക്ഷൻസ് ആണ്. കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നോക്കി. അതേപോലെ രണ്ടിൽ കൂടുതൽ ഫ്രാക്ഷൻസിൻ്റെ അഡീഷനുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഡീഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. എക്സാമ്പിൾ എഴുതി ഞാൻ കാണിച്ചു തരാം. 9/7 പ്ലസ് 8/7. നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ നോക്കി, എന്നിട്ട് ന്യൂമറേറ്റേഴ്സ് എന്താണോ സൈൻ ഉള്ളത് പ്ലസ് ആണ്. നമ്മൾ അഡീഷനാണ് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. അപ്പം 9 + 8 ചെയ്ത് 17/7 നിന്ന് പഠിച്ച് അല്ലേ? സെയിം വേ ആണ് 9/7 മൈനസ് 8/7. സബ്ട്രാക്ഷൻ ആയാലും ഒരു മാറ്റമില്ല. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ എന്ന് നോക്കുക. ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് മൈനസ് ചെയ്ത് പോവാം. എങ്ങനെ ആയിരിക്കും? 9 - 8 എന്താണ്? 1 1/7 ആണ് ആൻസർ. ഓക്കെ, 18/35 മൈനസ് 11/35. ഇതെങ്ങനെ ചെയ്യും? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആണ്. സോ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ റിലേഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ആൻസർ എഴുതാം ഡയറക്റ്റ്. 18 - 11 എന്ത് വരും? 7 വരും അല്ലേ? 7/35. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 1/5 എന്ന് എഴുതിക്കൂടെ? 7 × 5 എന്താണ്? 35 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷനെ ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതാം. എപ്പോഴും ഫ്രാക്ഷനെ നമ്മൾ സിമ്പിൾ ഫോമിലാണ് എഴുതാൻ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, 5/9 മൈനസ് 2/9 എന്ത് വരും? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സെയിം ആണെന്ന് നോക്കുക. ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് ചെയ്യണം. 5 - 2 3 3/9 എന്ത് വരും? ഇതിന് നമുക്ക് സിമ്പിൾ ചെയ്താൽ എന്ത് കിട്ടും? 1/3 അല്ലേ? 3 × 3 എന്താണ്? 9 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ്. നമ്മൾ അഡീഷൻ പഠിച്ച പോലെ തന്നെ. ഇനി നമ്മൾ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് വന്നാൽ എങ്ങനെ സബ്ട്രാക്ഷൻ ചെയ്യാൻ നോക്കണം അല്ലേ? ഒന്നുമില്ല, അഡീഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. ക്രോസ് ആയിട്ട് ചെയ്യണം. ചെയ്യുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. രണ്ടിൻ്റെയും ബിറ്റ്വീൻ എന്താണോ സൈന് എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, 7 × 4 എന്ത് വരും? 28. 8 × 3 എന്താണ്? 24 ആണ്. ഇവിടെ എന്ത് സൈനാണെന്ന് നോക്കണം. മൈനസ് ആണ്. സോ 28 - 24 ഡിവൈഡഡ് ബൈ 8 × 4 32 അല്ലേ? അപ്പം എന്താ? 28 - 24 എന്ത് വരും? ആൻസർ 4/32 വരും അല്ലേ? 4/32നെ നമുക്ക് സിമ്പിളാക്കി എങ്ങനെ എഴുതാം? 1/8 എന്ന് എഴുതാം അല്ലേ? 4 × 8 എന്താണ്? 32 ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? 4/32നെ 1/8 എന്ന് എഴുതാം. ക്ലിയർ? 7/6 മൈനസ് 1/3 എങ്ങനെ ചെയ്യും? രണ്ട് ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണ്. സോ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. 7 × 3 21 മൈനസ് 6 × 1 6 ഡിവൈഡഡ് ബൈ 6 × 3 18. ഓക്കെ,
21 മൈനസ് 6 എന്ത് വരും? 15/18 എന്ന് വരും. 15/18 നമുക്കറിയാം 3ൻ്റെ മൾട്ടിപ്പിൾസിൽ ഈ രണ്ട് വാല്യൂസും വരുന്നുണ്ട് അല്ലേ? 5 × 3 എന്താണ്? 15 ആണ്. 6 × 3 എന്താണ്? 18 ആണ്. അപ്പോൾ നമുക്കിതിനെ സിമ്പിളായിട്ട് 5/6 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ അഡീഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. അഡീഷൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണ് ഇതേപോലെ നെഗറ്റീവ് ഫോമിലാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ പറയുന്നത് രണ്ടിൽ കൂടുതൽ ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷനാണ്. 2/3 - 7/4 - 5/12. ഓക്കെ, ഇതും അഡീഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. എങ്ങനെ? LCM കാണാം. ഡിനോമിനേറ്റേഴ്സിൻ്റെ 3, 4, 12. 3, 4, 12. വലിയ സംഖ്യ നോക്കുക. വലിയ സംഖ്യനെ ബാക്കി രണ്ട് സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ പൂർണ്ണസംഖ്യ കിട്ടും നോക്കുക. അതായത് ഡെസിമൽ വരാത്ത സംഖ്യയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ 12/3 4ആണ്. 12/4 3ആണ്. രണ്ടും ഡെസിമൽ അല്ലാത്ത സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 3, 4, 12ൻ്റെ LCM 12 ആണെന്ന് മനസ്സിലായി. ഇനി അഡീഷനിൽ ചെയ്ത പോലെ തന്നെ താഴെയും മേലെയും 12 കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. 2/3 × 12. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അഡീഷനാണ് നേരത്തെ ചെയ്തത്. ഇവിടെ എന്താവും? എല്ലാ ചിഹ്നങ്ങളും നടുവിലുള്ള എല്ലാ ചിഹ്നങ്ങളും എന്താണ്? നെഗറ്റീവായിരുന്നു അല്ലേ? സബ്ട്രാക്ഷൻ അല്ലായിരുന്നോ? സോ ഇവിടെ -7/4 × 12 എന്ന് വരും. പിന്നെയും മൈനസാണ്. 5/12 × 12 അല്ലേ? കട്ട് ചെയ്ത് കളയാം. 12 3 4 വരും. 12 4 3 വരും. 12 12 കട്ടാവും. ഇനി മേലെ ആരൊക്കെയുണ്ട്? 2 4 8 -7 × 3 21 -5 × ഇവിടെ 12 12 കട്ട് ചെയ്ത ഒരു 1 ഉണ്ട് അല്ലേ? അപ്പോൾ 5 × 1 എന്ത് വരും? 5 വരും. /12. ഓക്കെ, 8 - 21. നമുക്കറിയാം വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കാം. എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. അങ്ങനെയല്ലേ? അപ്പം 21 - 8 ചെയ്യുക. 13 വരും. 21ൻ്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവാണ്. സോ -13 വരും. -13 - 15 എന്ത് വരും? രണ്ടും തമ്മിൽ പ്ലസ് ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള എന്തിടണം? ചിഹ്നം ഇടണം അല്ലേ? അപ്പം -13 - 15 എന്ത് വരും? -18/12 എന്ന് വരും അല്ലേ? -18/12 നമുക്ക് എങ്ങനെ എഴുതാം? -3/2 എന്ന് എഴുതാം. 6 × 2 12 ആണ്. 6 × 3 18 ആണ്. നെഗറ്റീവ് മറക്കരുത്. ആൻസറിൻ്റെ കൂടെ നെഗറ്റീവ് ഉണ്ട്. സോ കട്ട് ചെയ്ത് സിമ്പിൾ ഫോം എഴുതുമ്പോഴും നെഗറ്റീവ് എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 - 1/2 - 1/4. ഓക്കെ, ഏതൊരു സംഖ്യയുടെയും ഡിനോമിനേറ്റർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതിന് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെ എഴുതുന്ന സംഖ്യ ഒരു സംഖ്യ മാത്രം, ഫ്രാക്ഷൻ അല്ലാതെ ഒരു സംഖ്യ മാത്രം എഴുതിയാലും അതിൻ്റെ അർത്ഥം എന്താണ്? താഴെ /1 ഉണ്ട് എന്നാണ്. ഓക്കെ,
ഇനി എന്ത് കണ്ടെത്തണം? ഡിഫറൻ്റ് ആണ് നമ്മൾ ഡിനോമിനേറ്റേഴ്സ് എന്ന് മനസ്സിലായി. അപ്പോൾ LCM കണ്ടെത്തണം. 1/1 2 4 അല്ലേ? 4 ആണ് കൂട്ടത്തിൽ വലുത്. 4നെ 2നെ കൊണ്ടും 1നെ കൊണ്ടും ഹരിച്ചാൽ നമുക്ക് ഡെസിമൽ സംഖ്യ വരരുത്. 4/1 എന്താണ്? 4 ആണ്. 4/2 എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 1 2 4ൻ്റെ LCM എന്ന് പറയുന്നത് 4 ആണെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? താഴെ മേലെ 4നെ കൊണ്ട് ഗുണിക്കണം അല്ലേ? 3 × 4 വരും. ഇനി എന്താ വരിക? ഒരു നെഗറ്റീവാണ് വരിക അല്ലേ? സബ്ട്രാക്ഷൻ ആണ്. നമ്മളെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്? 3 - 1/2 എന്നാണ്. അപ്പോൾ മൈനസ് വന്നിട്ട് 1/2 × 4 ചെയ്യാം. വീണ്ടും മൈനസ് ആണ്. 1/4 × 4. ഓക്കെ, കട്ട് ചെയ്ത് കളയാം. 4 2 എത്ര തവണ പോവും? 2 തവണ പോവും. 4ഉം 4ഉം ക്യാൻസലാവും. മേലെ ആരൊക്കെയുണ്ട്? 3 × 4 12 മൈനസ് 1 × 2 2 1 × 1 -1 4. 12 മൈനസ് 2 എന്താണ്? 10 ആണ്. 10 - 1 9 /4 അല്ലേ? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്ക് എന്തൊക്കെ എഴുതാം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിക്കൂടെ? 9/5. 9ൽ 5 എത്ര തവണ പോവും? 9/4 ആണ്. 9/4 9ൽ 4 എത്ര തവണ പോവും? 2 തവണ പോവും അല്ലേ? 9ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 1 വരും. ശിഷ്ടമായി വന്നതിനെ ന്യൂമറേറ്റർ ആക്കി എഴുതണം. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അതിനെ ഡിനോമിനേറ്റർ ആക്കി എഴുതണം. എന്താണോ ആൻസർ വന്നത് അതിനെ ഹോൾ നമ്പർ ആക്കി എഴുതണം. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ, ഒരു ക്വസ്റ്റ്യന് നോക്കാം. ഇപ്പോൾ ഫ്രാക്ഷനൊക്കെ അഡീഷനും സബ്ട്രാക്ഷനും ഒരേപോലെയാണെന്ന് മനസ്സിലായി. ഇതേപോലെ തന്നെയാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷനും. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, ഞാൻ 3/8 3 3/4 മൈനസ് 3 1/2. ഓക്കെ, ഇതെങ്ങനെ കാണും? നമ്മൾ അഡീഷൻ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 9 × 8 72. 72 + 3 75 /8 വരും. മൈനസ് 3 × 4 12. 12 + 3 15 /4. മൈനസ് 3 × 2 6 6 + 1 7 7/2. ഇനി നമുക്ക് എഴുതിക്കൂടെ? ഇത് പറഞ്ഞ പോലെ തന്നെ 7/8 മൈനസ് 15/4 മൈനസ് 7/2. എന്ത് കാണണം? LCM കാണണം. 8 4 2. കൂട്ടത്തിൽ വലുത് ആരാണ്? 8 ആണ്. 8/4 2 വരും. 8/2 എന്ത് വരും? 4 വരും അല്ലേ? അപ്പം എന്ത് മനസ്സിലായി? LCM 8 ആണെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? 8നെ താഴെയും മേലെയും ഇൻറ്റു ചെയ്യണം. മൈനസ് 15/4 × 8 മൈനസ് 7/2 × 8. ഓക്കെ, 8 8ഉം കട്ടാവും. 4/8 2 8/2 4. ഇനി മേലെ ആരൊക്കെയുണ്ട്? മേലെ ആരൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യണം. മേലെ 75 × 1 ഉണ്ട്.
മൈനസ് 15 × 2 30 മൈനസ് 7 × 4 28 ഡിവൈഡഡ് ബൈ 8 ഉണ്ട് അല്ലേ. 75 മൈനസ് 30 മൈനസ് 28/8. 75 മൈനസ് 30 45. 45 മൈനസ് 28 17. 17/8 വരും. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. സോ ഇതിനെ നമുക്ക് എന്താക്കാം, ചിലപ്പോൾ മിക്സഡിലായിരിക്കാം ആൻസർ ഉണ്ടാകാം. അപ്പോൾ 2 ആക്കി എഴുതണം. 17/8 എങ്ങനെ കാണാം? 17ൽ എത്ര തവണ 8 പോകും? 2 തവണ പോകും അല്ലേ. 17 മൈനസ് 16 1. ശിഷ്ടമായി വന്നതിനെ ന്യൂമറേറ്റർ ആക്കി എഴുതണം. എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതിനെ ഡിനോമിനേറ്റർ ആക്കി എഴുതണം. എന്താണോ ആൻസർ വന്നത് അതിനെ ഹോൾ നമ്പർ ആക്കി എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും ഒരേപോലെയാണ്. LCM കണ്ട് 2 ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിനും LCM കൊണ്ട് ഗുണിച്ച് കട്ട് ചെയ്ത് എഴുതണം. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. 1/4 + 1/6 - 2/3. ഇതെങ്ങനെ ചെയ്യും നമുക്ക് ചെക്ക് ചെയ്യാം. 4 6 3. LCM ആണ് കാണേണ്ടത്. കൂട്ടത്തിൽ വലുത് ആരാണ്? 6 ആണ്. 6 ഡിവൈഡഡ് ബൈ 4 പോയിൻ്റ് വരും അല്ലേ. 6/3 2 ആണ്. പക്ഷെ കാര്യമില്ല, ഒന്ന് ഡിസ്മാച്ച് ആയാലും നമുക്ക് നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുക്കണം. 12/4 3 ആണ്. 12/3 4 ആണ്. അപ്പോൾ എന്ത് മനസ്സിലായി? പൂർണ്ണസംഖ്യകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 സംഖ്യകളുടെയും LCM എന്ന് പറയുന്നത് 12 ആണ്. താഴെയും മേലെയും 12 കൊണ്ട് ഗുണിക്കണം അല്ലേ. ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ് എഴുതണം. ഇത് മാറിപ്പോകരുത്. നെക്സ്റ്റ് മൈനസ് ആണ്, അതുകൊണ്ട് ഇവിടെ എന്തെഴുതണം? മൈനസ് എഴുതണം. 2/3 × 12. ഓക്കെ. 12/4 3. 12/6 2. 12/3 4. ഇനി മേലെ ആരൊക്കെയുണ്ട്? 1 × 3 3 ഉണ്ട്. 1 × 2 ഇവിടെ പ്ലസ് ആണ്, സോ ഇവിടെ പ്ലസ് ഇടാം. 2 ആണ്. മൈനസ് 4 × 2 8 ആണ്. ഡിവൈഡഡ് ബൈ 12 വരും. ഓക്കെ. 3 + 2 - 8 ഡിവൈഡ് ബൈ 12. 3 + 2 എന്ത് വരും? 5. 5 - 8 എന്താണ്? 5 - 8 എന്താണ്? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കണം, എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. -3/12 എന്ന് വരും. ഇത് നമുക്ക് ഒന്നും കൂടി സിമ്പിളാക്കിക്കൂടെ? 3/12 ആണ്. അപ്പം എന്ത് വരും? -1/4 എന്ന് വരും. ഈ മൈനസ് ഒരിക്കലും മറക്കരുത്. സിമ്പിൾ ചെയ്യുമ്പോഴും നെഗറ്റീവ് ഉണ്ട്, അത് ഓർക്കണം. 1 × 3 3. 4 × 3 എന്താണ്? 12 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. സൈനുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ബിറ്റ്വീൻ നമ്പേഴ്സ് എന്താണോ സൈനെന്ന് നോക്കാം. ഓക്കെ.